ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരും ഒത്തിരി സന്തോഷത്തിലല്ലാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പലരും ഒത്തിരി സന്തോഷത്തിലല്ലായിരിക്കും. അതിന്റെ ഒരു കാരണം നിങ്ങൾ കണക്ക് കൂട്ടിയ പോലെ അല്ല നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ഞാനിവിടെ ദൈവവചനം പറയുന്നുള്ളത് ഒരിക്കലും ഞാൻ കണക്ക് കൂട്ടിയൊരു കാര്യമല്ല. ഞാനൊരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ക്ലാസിന്റെ ലീഡർ പോലും ആയിട്ടില്ല. ഇനി പള്ളിയിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തിട്ടേയില്ല. വെറുതെ പോലും എന്നോട് ബൈബിൾ ഒന്ന് വായിക്കാമോ എന്ന് ചോദിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതോ എന്റെ മനസ്സിൽ കണക്ക് കൂട്ടിയതോ ഒന്നും ഒരു സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു കണക്കുണ്ട്, ഒരു കണക്ക്. അതെല്ലാവർക്കും പിടികിട്ടില്ല, നമുക്ക് പലർക്കും അത് പിടികിട്ടിയിട്ടുമില്ല. പക്ഷെ നമുക്കൊരു കണക്കുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം പരാജയപ്പെടാൻ 99% സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിട്ടില്ലേ? ഒരുപാട് സ്ഥലത്ത് ജനിച്ച അന്നു മുതൽ, ഓർമ്മ വച്ച അന്നു മുതൽ ഇപ്പോ ഏത് പ്രായത്തിലാ ഉള്ളത് അത്രയും സമയം വരെ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി നോക്കി. പല സ്ഥലത്തും നമ്മുടെ കണക്ക് വിജയിച്ചിട്ടില്ല. ചില ഭർത്താക്കന്മാരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ വിഷമം ചോദിച്ചാൽ പറയും, ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഭാര്യയല്ല എനിക്കുള്ളത്. ഇച്ചിരിയുടെ താഴ്ത്തി പറഞ്ഞാലോ, ഞാൻ കണക്ക് കൂട്ടിയ പോലത്തെ ഒരാളല്ല. അവിടെ തെറ്റി. ഇനി ഭാര്യയോട് ചോദിക്കുക, നിങ്ങളുടെ വിഷമം എന്താണ്? അവർ ചിലപ്പോ പറയും, ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരാളല്ല. അതിന്റെ വേറൊരു വാക്ക്, ഞാൻ കണക്ക് കൂട്ടിയ പോലത്തെ ഒരാളല്ല. ഒരുപക്ഷെ നാളുകൾ പ്രേമിച്ചും സ്നേഹിച്ചും വിവാഹം കഴിച്ച ആൾക്കാരാണ്. 8-10 വർഷം സ്നേഹത്തിലായിരുന്നു. എന്നിട്ടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. എന്നിട്ടും പറയുന്നു, എനിക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്താണ് ബുദ്ധിമുട്ട്? ജീവിച്ചപ്പോഴാണ് അറിഞ്ഞത് നേരത്തെ സ്നേഹിച്ചതുപോലെയല്ല, ഇപ്പൊ കണക്ക് കൂട്ടിയതൊക്കെ എല്ലായിടത്തും തെറ്റിപ്പോകുന്നത് പോലെ. നമ്മൾ എത്ര ബുദ്ധിയുള്ളവരാണേലും നമ്മൾ കൂട്ടുന്ന കണക്ക് തെറ്റിപ്പോകും. ഹല്ലേലൂയ. ഇനി നിങ്ങൾ എത്ര പേരെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു? നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ പോലും വിജയിച്ചിട്ടില്ല. നിങ്ങളുടെ മക്കൾ ചെറുതായിരുന്നപ്പോൾ നിങ്ങൾ കണക്ക് കൂട്ടി, എന്റെ മകൻ ഇന്ന രീതിയിലാകും, എന്റെ മകൾ ഇന്ന രീതിയിലെത്തും. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തോ ആഗ്രഹിച്ച പോയിന്റിലോ അല്ല നിങ്ങളുടെ മക്കൾ ചെന്ന് നിൽക്കുന്നത്. നിങ്ങൾ എത്രയോ പൈസ ബിസിനസ്സിലേക്ക് ഇറക്കി, അടുത്ത വർഷം ഇത്രയും പൈസ ലാഭം എടുക്കും, ആ കട ഞാൻ അങ്ങ് വീട്ടും, ഞാൻ അങ്ങനെ ചെയ്യും, ഒരു ഇതിന്റെ ഷെയർ അവിടെ തുടങ്ങും. നമ്മൾ കണക്ക് കൂട്ടിയോൾ ഒന്നും നടന്നിട്ടില്ല. ഹല്ലേലൂയ. എത്രയോ ആൾക്കാർ കർണാടകയിൽ പോയി ഇഞ്ചി കൃഷി നടത്തി. 8 ഏക്കർ, 10 ഏക്കർ, 25 ഏക്കർ, 100 ഏക്കർ ഇഞ്ചി കൃഷി. ലക്ഷക്കണക്കിന് കടം പ്രതീക്ഷിച്ചല്ല പോയത്. ഞാൻ അവിടെ പോയി കൃഷി ചെയ്ത് കടമായിട്ട് വരുമെന്നല്ല, ലാഭമായിട്ട് വരുമെന്ന് വെല്ലുവിളിച്ച ആൾക്കാരുണ്ട്. പക്ഷെ പോയപ്പോ തിരിച്ചു വന്നതോ ലക്ഷക്കണക്കിന് രൂപ കടമായിട്ട്. കടമല്ല കണക്ക് കൂട്ടിയത്, ലാഭമാണ് കണക്ക് കൂട്ടിയത്. കയ്യിൽ വന്നപ്പോൾ അത് നഷ്ടമായി എന്നേ ഉള്ളൂ. നമ്മൾ കണക്ക് കൂട്ടിയ പോലെ ഒന്നുമല്ല നമ്മുടെ കാര്യങ്ങൾ. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ. എന്നതായിരിക്കും ദൈവത്തിന്റെ കണക്കുകൂട്ടൽ? ജെറമിയ 29-ാം അധ്യായത്തിൽ, ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ കണക്കുകൂട്ടൽ എഴുതിയിട്ടുണ്ട്. 29:11. അതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ. ഒറ്റ കണക്കേ ഉള്ളൂ ദൈവത്തിന്. ജെറമിയ 29:11 എന്തായിരിക്കും? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ്, കണക്കുകൂട്ടൽ ഇതാണ്. നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള നല്ലൊരു കണക്കുകൂട്ടൽ എന്റെ മനസ്സിലുണ്ട്. ഇതാണ് ദൈവത്തിന്റെ കണക്കുകൂട്ടൽ. പറയാമോ ഹല്ലേലൂയ? ജീവിതത്തിൽ ഇന്നുവരെ ഒരു കണക്കും കൂട്ടാത്തവരായി ഇവിടെ ആരുമില്ല. എല്ലാവരും കണക്ക് കൂട്ടി മടുത്തിരിക്കുന്നവരാണ്. ജീവിതത്തിന്റെ കണക്ക്. പക്ഷെ നമ്മുടെ സങ്കടം എന്താണ്? നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ സങ്കടം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഒരു സംഭവം ബൈബിളിലുണ്ട്. അതൊരു വലിയ പണക്കാരന്റെ സംഭവമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കണക്കുകൂട്ടലുകൾ തെറ്റിനെ കുറിച്ചാണ്. ലൂക്കായുടെ സുവിശേഷം 12 അധ്യായം 13 മുതൽ. അതിന്റെ ഹെഡിങ് തന്നെ ഒരു മണ്ടനായ പണക്കാരനാണ്, ഫോഷനായ ധനികൻ.
ആള് പൈസക്കാരനാണ്, പക്ഷെ ആള് ബുദ്ധിയില്ലാത്തവനാണ്. കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു, ആളൊരു മണ്ടനാണ്. ഭോഷനായ ധനികൻ. ദൈവം അയാളെ ഭോഷ എന്നാണ് വിളിച്ചത്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കുന്നില്ല, അതിനകത്തുള്ളത് പറയാം. ഭോഷനായ ഈ മനുഷ്യൻ കൃഷി ചെയ്തു, പ്രതീക്ഷിച്ചതിലധികം ലാഭം, ഇഷ്ടം പോലെ പൈസ, ധാന്യം. അങ്ങനെ വന്നപ്പോൾ അയാൾ ചിന്തിക്കുവാണ്, ഞാൻ എന്റെ അറപ്പുരകൾ പൊളിച്ചു പണിയും, ഞാൻ തിന്നും, ഞാൻ കുടിക്കും, ഞാൻ സന്തോഷിക്കും. അയാൾ കണക്ക് കൂട്ടി പണം കൊണ്ട്. അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് അയാൾ, നിന്റെ ആത്മാവിനെ ഇന്ന് രാത്രിക്ക് ഞാൻ ഇങ്ങെടുക്കും. അപ്പോൾ നീ കണക്ക് കൂട്ടിയതും സൂക്ഷിച്ചു വെച്ചതും ആർക്ക്? ഇതാണ് ദൈവത്തിന്റെ കണക്ക്. ദൈവത്തിന്റെ കണക്ക് ഇതാണ്. അതായത് നമ്മൾ കൂട്ടുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ചേർന്ന് പറയാമോ ഹല്ലേലൂയ? ഇനി അതിന്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാണ്. അനുഭവങ്ങൾ നമ്മൾ കൂട്ടിയ കണക്കാൽ എവിടെ എത്തിക്കുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കണക്ക്, ഇനി ഒറ്റ കാര്യം പറഞ്ഞിട്ട് പറയാം. ദൈവത്തിന്റെ കണക്ക് മനുഷ്യരായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ? കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ഈ കണ്ണിൽ ഒരു കണ്ണാടി വെക്കണം. ഒരു കണ്ണട വെക്കണം. ഏത് കണ്ണട? വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഒരു കണ്ണട എന്റെ കണ്ണിൽ വെച്ചാലേ, അങ്ങനെ ഞാൻ ആ കണ്ണടയിലൂടെ നോക്കിയാലേ ദൈവത്തിന്റെ കണക്ക്, എന്നെക്കുറിച്ചുള്ള, എന്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എന്റെ നാളെയെക്കുറിച്ചുള്ള, എന്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കണക്ക് ഈ സാധാരണ മനുഷ്യനായി എനിക്ക് പിടികിട്ടത്തുള്ളൂ. കണക്ക് പിടികിട്ടും. സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പിടികിട്ടില്ല. പിന്നെയോ വിശ്വാസത്തിന്റെ ഒരു കണ്ണട ഞാൻ കണ്ണേ വെക്കണം. പ്രാർത്ഥനയുടെ ഒരു കണ്ണട ഞാൻ എന്റെ കണ്ണിൽ വെക്കണം. അപ്പോൾ ദൈവത്തിന്റെ കണക്ക് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ ജീവിതം വിജയിക്കും. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദൈവവചനത്തിലൂടെ ഒന്ന് കാണുകയാണ്, നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റും. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റില്ല, ഒരിക്കലും തെറ്റില്ല. നമ്മൾ എത്ര ബുദ്ധിമാന്മാർ ഇവിടെ ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര പേർ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്തൊരു കാര്യം വരെ പൊട്ടും, പരാജയപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ കണക്ക്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കണക്ക് ഒരിക്കലും പരാജയപ്പെടില്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തിച്ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ദൈവത്തിന്റെ കണക്ക് കൂട്ടലുകൾ, ദൈവത്തിന്റെ കണക്ക്. ഞാനൊരു അനുഭവം നിങ്ങളോട് ഒരു സംഭവം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഡോക്ടർ പറഞ്ഞതാണ്, നമ്മളെല്ലാം ജീവിതത്തിൽ കണക്ക് കൂട്ടുന്നവരാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതം പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. നമ്മൾ മുറ്റത്തിട്ടിരിക്കുന്ന വണ്ടി പോലും അത് കേടാവുള്ളൂ. അത് അന്നേരം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നന്നാക്കാം. എന്നാൽ നമ്മൾ ഈ ശരീരമോ, അത് കേടായ തീർന്നു. അത് നിന്നു. വണ്ടിയുടെ എഞ്ചിൻ ഓഫായ കുഴപ്പമില്ല, അത് വീണ്ടും എന്തെങ്കിലും ചെയ്ത് സ്റ്റാർട്ടാക്കാം. പക്ഷെ നമ്മുടെ ജീവിതമോ, ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ, നമ്മളെല്ലാം ഇരിക്കുന്നത് ഒരു വാരിയലിന്റെ അകത്തിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതൊരു സെക്കൻഡ്, ഒരു മിനിറ്റ് നിന്നുപോയാൽ നമ്മുടെ ശരീരം ഒന്ന് ചെറുതായിട്ട് വേർക്കും. നമുക്കൊരു വെള്ളം കുടിക്കണമെന്ന് തോന്നും. നമ്മുടെ കാലും കൈയും ഒന്ന് വലിച്ചു നീർത്തു, വാ പൊളിച്ചു, ഇച്ചിരി രക്തം, ഇച്ചിരി വെള്ളം ഇതിലേക്കൂടെ ഒഴുകി നമ്മളെ ബത്തേരി എത്തുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം ക്ലോസ്. അത്രേ ഉള്ളൂ നമ്മുടെ കണക്ക് കൂട്ടലുകൾ. ഇത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഊട്ടി ഫ്ലവർ ഷോയും എറണാകുളം ലുലു മാളും മാത്രമേ നമ്മുടെ മക്കൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ലോകം അങ്ങനെയാണെന്ന് ഒരുപാട് മക്കൾ വിചാരിച്ചിട്ടുണ്ട്. ഏത്? ഊട്ടി ഫ്ലവർ ഷോ ചെന്നാൽ അവിടെ കരയുന്ന ഒരൊറ്റ മുഖങ്ങളില്ല. സെൽഫി എടുക്കുന്ന, ഒരുമിച്ച് പോകുന്ന, ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങളെ ഊട്ടി ഫ്ലവർ ഷോ കാണാൻ പോയാലുള്ളൂ. എറണാകുളം ലുലു മാൾ അകത്ത് കയറിയാൽ വേറൊരു ലോകമാണ്. അത് കണ്ടാൽ ലോകം അറിയത്തില്ല. പക്ഷെ ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ ലോകം എന്നാന്ന് നമ്മൾ അറിയും. നമ്മൾ ഒരു ധ്യാനത്തിനും കൂടാതെ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ പോലും അറിയാതെ കൈവച്ചിട്ട് പറയും ദൈവമേ എന്ന് വിളിക്കും. ആ സ്ഥലത്തിന്റെ പേരാണ് തിരുവനന്തപുരം RCC. എന്താ എന്റെ പേര്? റീജിയണൽ ക്യാൻസർ സെന്റർ. അത് രോഗമുള്ളപ്പോ പോകേണ്ട സ്ഥലമല്ല, രോഗമില്ലാത്തപ്പോ പോയി ഒന്ന് കാണേണ്ട സ്ഥലമാണ്. രോഗമുള്ളപ്പോ നമ്മൾ വേറൊരു അവസ്ഥയിലാണ് പോകുന്നത്. രോഗം അതില്ലാത്ത സമയത്ത് RCCയിൽ പോകണം. അതോടുകൂടി നമ്മൾ
ദൈവത്തെ ഒരു സെക്കൻഡ് പോലും വിളിക്കാതിരിക്കില്ല. അപ്പൊ നമുക്ക് തോന്നും, ദൈവമേ ഇത്രയുള്ളല്ലോ ജീവിതം, ഇത്രയുള്ളല്ലോ ജീവിതം എന്ന് നമുക്ക് തോന്നുന്നത് ലുലുമാളി പോകുമ്പോഴല്ല. നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പം അമ്മ എറണാകുളത്ത് ടൂർ പോകുന്നുണ്ട്, 600 രൂപ വേണം, 1000 രൂപ വേണം, ചാടി എടുത്ത് കൊടുക്കില്ലേ? കൊടുക്കും. ഒരു പ്രാവശ്യം അവധി കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഒന്നെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡ്, അല്ലെങ്കിൽ തിരുവനന്തപുരം RCC, അല്ലെങ്കിൽ തലശ്ശേരി ക്യാൻസർ സെന്റർ, ഇവിടെ പോയി നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ കൂടി ഒരു ജീവിതമുണ്ട്. ജീവിതത്തിന്റെ സന്തോഷം മാത്രം കണ്ടാൽ ഒരിക്കലും നമ്മുടെ കണക്കുകൂട്ടൽ മാത്രമാ ദൈവം എന്ന് വിചാരിക്കും. ഈ പെരിയരോമം പോലും പൊഴിഞ്ഞുപോയ മനുഷ്യർ, 7 വയസ്സുള്ള പിള്ളേര് വരെ ക്യാൻസറായിട്ട്, 85 വയസ്സുള്ള ആള് വരെ, 90 വയസ്സുള്ള ആള് വരെ തലയിലൊറ്റ മുടിയില്ല. 1 കീമോ, 2 കീമോ, 30 കീമോ, 40 കീമോ, 38 കീമോ, ഇതിങ്ങനെ കിടക്കുക. ഒരു പ്രാവശ്യം ഇറങ്ങി തിരിച്ചു വരുമ്പോഴേ നമ്മൾ ആദ്യം നമ്മുടെ ചങ്ക് സാധാരണ അടിക്കുന്നേക്കാൾ കൂടുതൽ അടിച്ചിട്ട് നമ്മളോടൊരു കാര്യം പറയും, ജീവിതത്തിൽ എന്തേരെ കണക്ക് കൂട്ടിയിട്ട് എന്നാ കാര്യം, എന്തേരെ കണക്ക് കൂട്ടിയിട്ട് എന്നാ കാര്യം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഒരു പപ്പടം പൊടിയുന്ന പോലെ പൊടിയാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ നെല്ലിക്ക വലിപ്പത്തിൽ ഒരു മുഴയുണ്ടായാൽ വെറുതെ ഡോക്ടർ പറയും ഒന്ന് അയച്ചാലോ, ബയോപ്സിക്ക് അയച്ചാലോ എന്നുള്ള പേര് പറയുമ്പോ തൊട്ട് നമ്മുടെ ചങ്കിടിക്കും. എത്ര പണം ഉള്ളവന്റെ ഇല്ലാത്തവന്റെ ഇടിക്കും ഒരുപോലെ. അതിനേക്കാൾ ഇനി റിസൾട്ട് വരുമ്പോ 7 ദിവസം 8 ദിവസം റിസൾട്ട് വരുമ്പോ നമ്മളല്ല, പിന്നെ ഇനി ക്യാൻസർ ആണെന്ന് ഡോക്ടർ സംശയം പറഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും പരാജയപ്പെട്ടു നമുക്ക് തോന്നില്ലേ? ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയാനല്ല, നമ്മളെക്കുറിച്ച് നമ്മുടെ ദൈവത്തിനൊരു കണക്കുകൂട്ടലുണ്ട്. അതൊരിക്കലും പരാജയപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതിന് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നമുക്കും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും ഒരു കൗൺസിലിങ്ങിനും പോകാതെ, ഒരു പ്രാർത്ഥനക്കാരന്റെ അടുത്ത് പോയി മുട്ടുകുത്താതെ, നിങ്ങൾ ശരിക്കും പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കണ്ണുകളിൽ ദൈവം കാണിച്ചു തരും നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കണക്ക്. അത് 10-11 വർഷം മുമ്പ് 22 വയസ്സുള്ളപ്പോൾ ഞാനത് കണ്ടു. 16 17 വയസ്സുള്ളപ്പോൾ ഞാനത് കണ്ടിട്ടില്ല. സെമിനാരിൽ ചേരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒരു കാര്യത്തിലും ഒരു കഴിവും ഒരു കാര്യത്തിലും ഒരു പ്രത്യേകമായി മുന്നിൽ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലാത്തപ്പം ധ്യാനിപ്പിക്കാൻ വന്ന പല വൈദികരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യം നിനക്ക് പിടികിട്ടും, നിന്നെ ദൈവം വളർത്തും എന്ന് 22 വയസ്സുള്ള എന്നോട്, ഇന്ന് എനിക്ക് 32 വയസ്സുണ്ട്, 10 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ചൊരു നല്ല കണക്കുകൂട്ടലുണ്ട്. ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ എനിക്ക് എങ്ങനെ അത് പറ്റും? എനിക്ക് ദൈവവചനം പറയാൻ പറ്റുന്നത് എങ്ങനെ? പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റും, 22 വർഷം മുമ്പ് പ്രാർത്ഥിച്ച ഒരു അച്ഛൻ എന്നെ കണ്ടു. നിന്നിൽ ദൈവവചനം പറയാൻ കഴിവുള്ള ഒരു കൃപയുള്ള ഒരു മനുഷ്യനെ ദൈവം രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ കണക്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്കും നാളത്തെ പണവും നാളത്തെ ആരോഗ്യവും പറയാൻ പറ്റില്ല. 2020 നിങ്ങൾക്ക് ഇത്രയും ആരോഗ്യമുണ്ടെന്ന് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. 2020 എനിക്ക് ഇത്രയും പൈസ എന്റെ ബാങ്കിൽ ഉണ്ടാകും, പറയാൻ പറ്റില്ല. നാളത്തെ പണവും നാളത്തെ ആരോഗ്യവും ഇന്ന് പ്രവചിക്കാൻ പറ്റുന്നതല്ല. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലേ അല്ല, 100 വട്ടം അത് ദൈവത്തിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോ കേട്ടൊരു വിഷയമാണ്, നമ്മെക്കുറിച്ച് ദൈവത്തിന് കണക്കുകൂട്ടലുണ്ട്. ഇതറിയണം എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പോഴും ദൈവത്തിന് നിങ്ങളെ തന്നെ ഏൽപ്പിക്കണം. ദൈവമേ, എന്നെക്കുറിച്ചുള്ള നാളെ എന്നാന്ന് എനിക്ക് അറിയത്തില്ല, എന്നെക്കുറിച്ചുള്ള നിന്റെ കണക്കുകൂട്ടൽ അതുപോലെ എന്നെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ദൈവത്തിന്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് നമ്മളെ കൊണ്ടുപോകും, ദൈവം കൊണ്ടുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ കുറിച്ച് ദൈവത്തിന് ഒരു കണക്കുകൂട്ടലുണ്ട്. ഞാനൊരു പ്രത്യേക സംഭവം നിങ്ങളോട് ചേർന്ന് പറയാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ കണക്കുകൂട്ടലുകൾ കാണാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം എന്നറിയോ? നമ്മളിൽ വിശ്വാസത്തിന്റെ ഒരു കണ്ണടയില്ല. വിശ്വാസത്തിന്റെ ഒരു കണ്ണടയില്ല. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ? വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹെബ്രായർ 11:1 അത് വിശ്വാസമാണ്. നിങ്ങൾക്കറിയാം എന്തായിരിക്കും വചനം? വിശ്വാസം എന്നത് പ്രതീക്ഷിക്കുന്നത് അല്ല, പ്രത്യാശിക്കുന്നത് ലഭിക്കും എന്ന എന്റെ ഉറപ്പ്. ഒന്നും കൂടെ അത് പറഞ്ഞു നോക്കിയേ. വിശ്വാസം എന്നത് കൈകൂപ്പി പിടിക്കുന്നതല്ല, കൈ ഉയർത്തുന്നതല്ല, ഞാനിങ്ങനെ ജപമാല ഇങ്ങനെ ചൊല്ലിക്കൂട്ടുന്നതല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഹെബ്രായ ലേഖനം പറയാണ്. വിശ്വാസം എന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത്
ഞാൻ പ്രത്യാശിക്കുന്ന നല്ലൊരു വീടാണ്, അതെനിക്ക് ദൈവം തരുമെന്നുള്ള ഈ നെഞ്ചിൻകൂടിനകത്ത് എന്റെ ഉറപ്പിന്റെ പേരാണെന്ത്? വിശ്വാസം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഈ വിശ്വാസം കുറച്ചുകൂടി അളവിൽ ആഴപ്പെടേണ്ടതുണ്ട്. വിശ്വാസം കുറച്ചുകൂടി ആഴപ്പെടണം. അതിന് നല്ലൊരു അനുഭവവും ഒരു വചനവും നിങ്ങളോട് പറയണം. വിശ്വാസം നമുക്ക് വേറെ എന്തിലൊക്കെ വിശ്വാസമുണ്ട്? നമ്മളിപ്പോൾ ബത്തേരി ഡിപ്പോയിൽ നിന്ന് കോഴിക്കോടിന് പോവുകയാണ്. ബത്തേരി ഡിപ്പോയിൽ ഒരു ബസ് കിടക്കുവാണ്, മലബാർ ബസ്. അതിന്റെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് TT കോഴിക്കോട്. അധികം സ്റ്റോപ്പില്ല. നിങ്ങൾ ചാടി കയറുവോ അതോ നിങ്ങൾ ഡിപ്പോയിലുള്ള അതിന്റെ ഉടമസ്ഥരോട്, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരോട്, അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് വരാൻ പോകുന്ന ആളോട് ചോദിക്കുവോ, ഇതിന്റെ ബ്രേക്ക് എങ്ങനെയാ സാറേ? ഇതിന്റെ ബ്രേക്കിൻ കോഴിക്കോട് ബോർഡുണ്ട്, ഇതിന്റെ ബ്രേക്ക് എങ്ങനെയാ സാറേ? ടയർ എങ്ങനെയുണ്ട്? ഇതിനെ മറ്റേ എഞ്ചിൻ ഓയിൽ മാറ്റിയായിരുന്നോ? ഇതാരേലും ചോദിച്ചിട്ടാണോ കയറിയിരിക്കുന്നത്? എന്താ ഉറപ്പ് ഇത് കോഴിക്കോട് എത്തുന്നു? 25 ലക്ഷം രൂപ വിലയുള്ള KSRTC ബസ്സിൽ ഭയങ്കര ഉറപ്പാണ് നമുക്ക്, ഇത് കോഴിക്കോട് എത്തും. നമ്മള് കോഴിക്കോട് എത്തിയേലെന്ന് പോയ വഴിക്ക് ഒരാൾ പറയുക ആ വണ്ടിക്ക് ബ്രേക്ക് കുറവാന്ന് പറഞ്ഞാൽ കേറൂല്ലയോ? വലിച്ചു കയറ്റിയാലും ജനലിൽ കൂടെ ചാടും. പക്ഷെ നമുക്കൊരു ഉറപ്പ്, അവിടെ വന്ന് ബാഗുമായിട്ട് വന്നു, നമ്മൾ ഇത് കോഴിക്കോട് ഇതെപ്പോ പോവും? 7:10 ഇവിടുന്ന് പോകുന്നതാണ്. വേറെ ബസ് ഉണ്ടാവുമ്പോ ഇല്ല, ഇതിന് കയറിയിരിക്കുക. എനിക്ക് പറ്റിയൊരു സീറ്റില് ഇതിന്റെ ടയർ നോക്കിയിട്ടില്ല, അതിന്റെ ബ്രേക്ക് പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ല, അതിന്റെ അടിയിൽ കിടന്ന് നോക്കിയിട്ടില്ല, ഇതിന്റെ എഞ്ചിനൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന കണ്ടീഷനാണോ ഇതുള്ളത്? ഇത് മുഴുവൻ തുരുമ്പാണ്, കാണുമ്പോൾ കഴുകിയിട്ട് കുറെ നാളായി, ഇത് വല്ല വർക്കിംഗ് കണ്ടീഷനാണോ? ഒന്നും നോക്കിയില്ല, ചാടി കയറിയത് കോഴിക്കോട് ടിക്കറ്റ് എടുക്കുകയും ചെയ്തു. 30 ലക്ഷം രൂപ വിലയുള്ള 35 ലക്ഷം രൂപ വിലയുള്ള ഈ ബസ്സിൽ നമുക്ക് എന്തോ ഒരു ഉറപ്പില്ലേ? അതിന്റെ 1000 ഇരട്ടി നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു പ്രത്യേകതയുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്നവന്റെ പ്രത്യേകത എന്തായിരിക്കും? ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത ദൈവഭക്തി, ദൈവഭയം ഉണ്ടായിരിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന്റെ പ്രത്യേകത ആൾക്ക് നല്ല ദൈവഭക്തി ഉണ്ടാകും. രണ്ടാമത്തെ പ്രത്യേകത ദൈവഭയം. മറക്കരുത് ആ വാക്ക്. ഒന്ന് നോക്കി, ഒന്നും കൂടെ ശ്രദ്ധിച്ച്. ദൈവഭക്തി, ദൈവഭയം. ഒന്നുറക്കെ പറയാമോ? ദൈവഭക്തി, ദൈവഭയം. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ദൈവഭയം ഉള്ള ഒരാള് ഒന്നിനെയും പേടിക്കില്ല. അതൊരു പ്രത്യേകതയാണ്. ദൈവഭയമുള്ള ഒരാൾ എന്തിനെ പേടിക്കില്ല? മന്ത്രവാദത്തെ പേടിക്കില്ല. മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിയെയും പേടിക്കില്ല. കൂടോത്രം പേടിക്കില്ല, കൂടോത്രക്കാരനെയും പേടിക്കില്ല. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ആളെ പേടിക്കില്ല, ആ പ്രയോഗത്തെയും പേടിക്കില്ല. ആര് പേടിക്കില്ല? ദൈവഭയമുള്ളയാൾ. ദൈവഭയമില്ലെങ്കിലോ ഈ പറഞ്ഞ എല്ലാത്തിനെയും പേടിക്കും. ചുമ്മാ വേണ്ട, ഒരു നാടൻമുട്ടയെ വരെ പേടിയായിരിക്കും. മുറ്റത്തൊരു നാടൻമുട്ട കിടന്നാൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഇതാരോ മുട്ടപ്പണി എടുത്തിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. ക്രിസ്ത്യാനികൾക്ക് നാടൻമുട്ടയെ വരെ പേടിയാണ്. സത്യത്തിൽ പെട്ടിക്കടയിട്ടോ തുടങ്ങി സ്വർണ്ണക്കട നടത്തുന്നവന് വരെ പേടിയാണെന്ത്? കൂടോത്രത്തെ. ദൈവഭയമുള്ളവൻ ലോകത്തെ ഭയപ്പെടില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഒരു ചേട്ടൻ പറഞ്ഞു, ക്രിസ്ത്യാനികൾ സ്ഥലം വിറ്റു പോകണമെങ്കിൽ ഏറ്റവും എളുപ്പ വഴി, നമ്മൾ ക്രിസ്ത്യാനികൾ സ്ഥലം വിറ്റു പോകണ എളുപ്പ വഴി 8 നാടൻമുട്ട മേടിക്കുക. വെളുത്ത നിറമുള്ള മുട്ട മേടിക്കരുത്, നാടൻ മുട്ട. 5 കളറുള്ള സ്കെച്ച് പെന്ന മേടിക്കുക. കുറച്ച് അധികം കമ്പി കഷ്ണങ്ങൾ, ചെറുത് കൊടക്കമ്പി പോലത്തെ സംഘടിപ്പിക്കുക. പിന്നെന്താണ്, കുറച്ച് അടയ്ക്ക സംഘടിപ്പിക്കുക. അടയ്ക്ക, വെറ്റില, തുളസിയില, പിന്നെ കുറച്ച് റബ്ബർ ബാൻഡും. എന്നിട്ട് ഈ മുട്ടയുടെ പുറത്ത് മലയാളം, ഇംഗ്ലീഷ്, കൊങ്ങിണി, തെലുങ്ക് ഇതൊന്നും എഴുതരുത്, ഒരു ആഫ്രിക്കൻ ഭാഷ എഴുതുക. ഏതെങ്കിലും ഒരു ഭാഷയിൽ എഴുതുക. അത് ഏത് സ്ഥലം വിറ്റുപോകണോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആ പറമ്പിൽ കൊണ്ടുപോയി ഒരു രാത്രിക്ക് കൊണ്ടുപോയി വെക്കുക. നേരം വെളുക്കുമ്പോൾ അവർ ആ പ്രദേശം കാണും. അവരത് തുറന്നു നോക്കും. അതിനകത്ത് കൊടക്കമ്പി ഇതെല്ലാം കാണുമ്പോൾ അവരൊന്ന് പേടിക്കും.
പിറ്റേ ദിവസവും മുടങ്ങരുത്, ഒരു 12 മണി വരെ ഇച്ചിരി ഉറക്കളക്കണമെന്നേ ഉള്ളൂ, വീണ്ടും അതേ സാധനം കൊണ്ടുവെക്കുക. അങ്ങനെ കണ്ടിന്യൂസ് 8 ദിവസവും 9 ദിവസവും ചെയ്ത് കഴിയുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാർ ഈ അഭിപ്രായം തുടങ്ങും, ഇത് വിറ്റുപോകണം, ഈ സ്ഥലം വിറ്റുപോകണം, ഇത് വിറ്റുപോകണം. അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. പിന്നെ കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ നാടൻ മുട്ടയാന്ന് പറയും. എല്ലാ പനി വന്നത് കണ്ടോ കണ്ടോ, ഇതാണ് പ്രശ്നം. വണ്ടി മുട്ടിയത് കണ്ടോ, ഇതാണ് പ്രശ്നം. ദൈവഭയമില്ലാത്തവന് വെറുതെ നാടൻ മുട്ടയെ വരെ പേടിയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴാണ് ഇത് വ്യക്തമായത് എനിക്ക്. പുൽപ്പള്ളി സൈഡിൽ, മുള്ളംകൊല്ലി സൈഡിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ ഒരു പറമ്പിൽ നിന്ന് ഇതുപോലൊരു ഒരു കവറിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാടൻ മുട്ട കിട്ടി. എന്തൊക്കെ കൊടക്കമ്പി, എന്തൊക്കെ എഴുതിയിരിക്കുന്നു, വാടിയ വെറ്റില, തുളസിയില എല്ലാം ഉണ്ട്, പകുതി അടയ്ക്ക. അപ്പോൾ ഇവർ ഈ ചേട്ടനെയാണ് ഇത് കണ്ടത്. ഈ ചേട്ടൻ ഇത് എടുത്തുകൊണ്ട് ഇത് മന്ത്രവാദമാണ്, കൂടോത്തരമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഭാര്യയോട് പോലും പറയാതെ ഈ ചേട്ടൻ ഇത് എടുത്തപ്പോൾ ചേട്ടന്റെ മനസ്സ് പറഞ്ഞു, ഇതേതേലും പഞ്ചായത്തിന്റെ പറമ്പിൽ കൊണ്ടുപോയി വെക്കണം. അയാളോട് ആരോ പറഞ്ഞു, കൂടോത്രം പഞ്ചായത്തിന് ഏക്കില്ല, KSRTC ബസ്സിന് ഏക്കില്ല, ഡിപ്പോയ്ക്ക് ഏക്കിയല്ല, വില്ലേജ് ഓഫീസിന് ഏക്കിയല്ല. അയാൾ അന്നേരം മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ പറമ്പിൽ കൊണ്ടുപോയി ഇത് ഇച്ചിരി കഷ്ടപ്പെട്ട് കൊണ്ടുപോയി വെച്ചു. അന്ന് തൊട്ട് അയാളുടെ ഉറക്കം പോയി. ഈ മനുഷ്യൻ അന്നത്തോടുകൂടി ചില അസ്വസ്ഥനാണ്, ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഇയാൾ ഇടയ്ക്കെല്ലാം അതിലെ പോകുമ്പോൾ നോക്കും. അങ്ങനെ ഇയാളുടെ രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതായി. അപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്, ആശുപത്രി പോകണം, ഡോക്ടറെ കാണിക്കണം, എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ സഹിയിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി, നമ്മുടെ എല്ലാ തകർച്ചകൾക്കുള്ള കാരണം അറിയോ? കൂടോത്രമാണ്. ഞാനത് കണ്ടുപിടിച്ചു. ഞാനത് നിന്നോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ പറമ്പിൽ ഇരിപ്പുണ്ട് ഇന്ന സ്ഥലത്ത്. അപ്പൊ ഭാര്യ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, നമുക്കതെടുത്ത് നാളെ നമ്മുടെ വികാരിയച്ഛന് കൊണ്ടുപോയി കൊടുത്ത് അതിന്മേൽ നിർവീര്യ പ്രാർത്ഥനകൾ ചൊല്ലി ആ ശക്തിയെ കളയണം. ഇയാൾ അവിടുന്ന് കൂടോത്രം എടുത്ത് രാത്രി കൊണ്ടുവന്ന് വീടിന്റെ പറമ്പിലല്ല, കന്നാലിക്കൂടിന്റെ പുറകിൽ കൊണ്ടുപോയി വെച്ചു. അവിടുന്ന് ഇതെടുത്ത് രാവിലെ എവിടെ കൊണ്ടുപോകും? കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. രാത്രിയിൽ കിടന്നപ്പോൾ ഇവര് ഞങ്ങളുടെ അടുത്ത് ധ്യാനത്തിന് വന്ന ആൾക്കാരായോണ്ട് ഈ ഭാര്യ ഭർത്താവിനോട് വേറൊരു ഐഡിയ പറഞ്ഞു, അതെ, നമുക്ക് ഈ അച്ഛൻ്റെ അടുത്ത് കൊടുക്കണ്ട, വട്ടത്തുവയിലുള്ള മാത്യുച്ചിന് കൊടുത്താലോ, അവിടെയാണ് ധ്യാനവും പ്രാർത്ഥന നടക്കുന്ന സ്ഥലമാണല്ലോ. വെരി ഗുഡ് ഐഡിയ എന്ന് ഭർത്താവ് പറഞ്ഞു. വെരി ഗുഡ് ഐഡിയ. അങ്ങനെ പിറ്റേ ദിവസം നേരം എടുത്ത് എന്നെ ഫോൺ വിളിക്കുകയാണ്, ഹലോ അച്ചു, ഞാൻ അന്ന് വരെ കൂടോത്രം എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഈ കൂടോത്രം എന്നാ സംഭവം എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇയാൾ എന്നോട് പറഞ്ഞു, കൂടോത്രം ഒരു സാധനം മുട്ട കിട്ടിയിട്ടുണ്ട്, ഇത് എന്നാ ചെയ്യണമെന്ന് അറിയില്ല, അച്ഛന് തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞാനൊരു ത്രില്ലിൽ, അതൊരു വലിയ ത്രില്ലായിരുന്നു എനിക്ക്. കൂടോത്രമോ? ചേട്ടാ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ വേറൊന്നും ആഗ്രഹിച്ചില്ല, ഇതൊന്ന് കാണണം, ഇതിന്റെ ടെക്നിക്ക് ഒന്ന് പഠിക്കണം, ഇത് എന്തൊക്കെയാ അതിനകത്തുള്ള, ഇത് എന്താ പരിപാടി എന്ന് എനിക്കറിയാം. കൂടോത്രം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇദ്ദേഹം അവിടുന്ന് വണ്ടി കയറി ബത്തേരി എത്തിയപ്പോ എന്നെ വിളിച്ചു. ഞങ്ങള് ബത്തേരിയിൽ എത്തി കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തുടങ്ങി. ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. പറഞ്ഞ നേരം കൊണ്ട് വടുവഞ്ചാൽ ബസ്സിന് കയറി വടുവഞ്ചാൽ ഇറങ്ങി എന്നോട് പറഞ്ഞു, ഞങ്ങളിതാ ഓട്ടോറിക്ഷ കയറി മുകളിലോട്ടാണോ താഴെ ഭാഗത്തേക്കാണോ വരേണ്ടത്? ഞാൻ പറഞ്ഞു മൂളിക്കൂടെ. ഇദ്ദേഹം വരാൻ തുടങ്ങിയപ്പോ മുതൽ എന്റെ മനസ്സിൽ ഒരു പ്രത്യേക പേടി, ദൈവമേ ഇനി ഇത് എന്ത് ചെയ്യും? ഇയാൾ വന്നു, ഇയാളുടെ ഭാര്യയും കൂടെ വന്നു. കൂടോത്രം ചെയ്ത ആ കവർ എന്റെയിലേക്ക് തരാൻ നേരത്തെ ഞാൻ പറഞ്ഞു, നിലത്ത് വെച്ചു, ഇനി എനിക്കിനി എന്തെങ്കിലും പ്രശ്നമാണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചു, ഇവിടെ ആൾക്കാരുടെ ഇവിടെ തന്നെ വെച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇവിടെ നിൽക്കുക, ഞാനിപ്പോ ഒരു മിനിറ്റ് ഇപ്പോ വരാന്ന് പറഞ്ഞു. ഈ ചേട്ടൻ എന്നെ കാവൽ നിർത്തി. എന്റെ മനസ്സിൽ അന്നേരം ഒരു ഐഡിയ വന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അന്ന് ഒരു 80ഓളം വയസ്സുള്ള വയസ്സായ ഒരു അച്ഛനുണ്ടായിരുന്നു. ഈ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്ന കണ്ടിട്ടില്ല. എന്റെ തട്ടിപ്പ് ഇങ്ങനെയായിരുന്നു, ഇതെങ്ങാനും വല്ല കൈകാര്യം ചെയ്തിട്ട് എനിക്കൊന്നും വരണ്ടല്ലോ, ഇനി 80 വയസ്സുള്ള അച്ഛൻ എന്തെങ്കിലും വന്നാലും ഇനി ഒന്നും പേടിക്കാനില്ല, ഇത്രയൊക്കെ ജീവിച്ചതാ. അപ്പൊ ഈ അച്ഛനെ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യിച്ച് ഞാൻ അങ്ങ് രക്ഷപ്പെടണം. അപ്പൊ ഞാൻ ഒന്നും അറിയാതെ പോലെ താഴെ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ചു, ഒരു കൂടോത്രമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം വന്നിട്ടുണ്ട്, ഇങ്ങനെ കോഴിമുട്ടയാണത്, അത് എന്താ ചെയ്യണ്ടേന്ന് ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അത് കേട്ടപ്പോഴേ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ഫ്രീ ആയി. ഞാൻ ഈ ചേട്ടന്റെ അടുത്ത് ചെന്ന്, ചേട്ടാ
ബാ ഇതൊരു സംഭവം കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ ഈ ദേഹത്തോട് പറഞ്ഞു, ഇത്രയും പറഞ്ഞു, എന്നാ ചേട്ടൻ ഇനി പൊക്കോ, മുള്ളംകൊല്ലിക്ക് പൊക്കോ, ഇത് അച്ഛൻ കൈകാര്യം ചെയ്തോളും എന്ന് പറഞ്ഞു. ഇത് ഇയാൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഈ മുട്ടയിലുള്ള മന്ത്രവാദ ശക്തിയെ നിർവീര്യമാക്കി എന്നറിഞ്ഞിട്ടേ ഇയാൾ പോവുള്ളൂ. അപ്പൊ ഞാൻ ചേട്ടൻ പോക്കോ, ഇല്ല ചേട്ടൻ പോകുന്നില്ല. അപ്പൊ ഇയാൾ ഭാര്യനെ അവിടെ ഇരുത്തി എന്റെ കൂടെ ഈ ചേട്ടൻ താഴോട്ട് ഇറങ്ങി വന്നു. ഞാൻ അടുക്കള വരെ ചെന്നിട്ട് അവിടുന്ന് അച്ഛൻ അവിടെ വന്ന് ഇത് മേടിച്ചു. ഇത് മേടിച്ച് ഈ കവർ അങ്ങ് പൊട്ടിച്ചപ്പോഴാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഏതാണ്ടൊക്കെയോ ഭാഷയിൽ ഈ മുട്ടയുടെ പുറത്ത് എഴുതിയിരിക്കുന്നു. 2-3 കൊടക്കമ്പി പോലത്തെ സാധനങ്ങള്, വെറ്റയില, വാടിയ തുളസിയില, ഉണങ്ങിയ വെറ്റയില, അടക്കയുടെ പകുതി, അത് ഇതെല്ലാം അച്ഛൻ എടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. ഇട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു പച്ചമുളക് കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിൽക്കുന്നത് ഈ മന്ത്രവാദത്തിന്റെ ശക്തി എങ്ങനെ നിർവീര്യമാക്കാം എന്നുള്ള ടെക്നിക്ക് പഠിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ചേട്ടൻ എന്റെ ബേക്ക് സൈഡിലായിട്ടുണ്ട്. ഞാൻ അന്നേരം ഇങ്ങനെ ചിന്തിച്ചു, കൂടോത്രവും പച്ചമുളകും തമ്മിൽ എന്താപ്പാ ബന്ധം? അതിന്റെ ഒരു പഠനം നടത്തിയതായിട്ട് എനിക്കൊരു അറിവില്ല. അപ്പൊ അച്ഛനോട് പറഞ്ഞു, അപ്പൊ പച്ചമുളക് ഉണ്ടച്ചു എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞോളാൻ പറഞ്ഞു. ഓക്കെ, ചെറുതായിട്ട് അരിഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഒരു ചെറിയ സവോള എടുത്തോളാൻ പറഞ്ഞു. സവോളയും കൂടോത്രവും തമ്മിൽ എന്താണോ ബന്ധം? ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ആംപ്ലേറ്റ് അടിക്കാനുള്ള ഒരു അടിസ്ഥാന ഘടകങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരു മുട്ടയില്ല, കൂടോത്രം ചെയ്ത മുട്ടയാണ് ഇപ്പോൾ ആംപ്ലേറ്റ് അടിക്കാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ദോശക്കല്ല അങ്ങ് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ എന്നെ തോണ്ടിയിട്ട് എന്നോട് സ്നേഹമുള്ളോട് പറഞ്ഞു, ചെയ്യരുത്, ബന്ധനം പ്രാർത്ഥന ചെല്ലണം. ആംപ്ലേറ്റ് അടിക്കാൻ നേരത്തെ ബന്ധന പ്രാർത്ഥന ചെല്ലണം, അത് ആംപ്ലേറ്റ് അടിക്കണം. ഞാൻ ഉണ്ടായിരിക്കാൻ പറഞ്ഞു, എന്തായാലും ഇനി എന്തേലും കൂടോത്ര ശക്തി ഉണ്ട് 80 വയസ്സുള്ള അച്ഛനെ കിട്ടുള്ളൂ, നോ പ്രോബ്ലം, പേടിക്കണ്ട. 80 വയസ്സ് വരെ 80 വയസ്സുള്ള ആൾക്ക് കൂടോത്രം ഏറ്റാലും പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമില്ല. ആ രീതിയിൽ ഞാൻ ദോശക്കല്ല് വെച്ചു. കൂടോത്രം ചെയ്ത മുട്ട ഓടിച്ച് സ്റ്റീൽ ഗ്ലാസ്സിലിട്ട് ഇളക്കി ദോശക്കല്ലിലേക്ക് ഒഴിച്ചു, മറിച്ചിട്ടു. ചട്ടവും കൊണ്ട് 4 പീസാക്കി. ഒന്ന് അച്ഛന്, ഒന്ന് എനിക്ക്, ഒന്ന് അയാൾക്ക്. ഇതിങ്ങനെ പീസാക്കിയതിനു ശേഷം ആദ്യം തന്നെ ഈ അച്ഛൻ ഒരു ഈ ചട്ടുകത്തേലെടുത്തിട്ട് ആ ചേട്ടന് കൊടുത്ത്. ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് വേണം. എന്റെ തന്നു. എനിക്കും അങ്ങനെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനായി പോയി, ഉള്ളിലൊരു ടെൻഷനുണ്ട്. ഞാനിങ്ങനെ മേടിച്ചു തിന്നില്ല. ഈ അച്ഛൻ തിന്നിട്ടേ ഞാൻ തിന്നുള്ളൂ, എന്തെങ്കിലും പറ്റുമോന്ന് എനിക്കൊരു പേടിയാണ്. ഞാനിത് തിന്നുന്നത് കണ്ടിട്ട് ഞാനിത് ഭക്ഷിച്ചു. ഈ ചേട്ടനങ്ങ് പോയി വടുവഞ്ചാലെത്തിയപ്പോ എന്നെ ഫോൺ വിളിച്ചു, അച്ഛാ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ പുള്ളി എന്നെ ധ്യാനിപ്പിക്കാൻ തുടങ്ങി. വടുവഞ്ചാലിൽ തന്നെ വിളിച്ചു, ബത്തേരിൽ തന്നെ വിളിച്ചു. പിന്നെ സ്ഥിരം വിളിയായി. എങ്ങനെയായി ഇയാള് പറഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര പേടിയായി. എന്തായാലും ഞാനൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കി, ഇതിനൊരു കിണയും ശക്തി ഇല്ലെന്ന് മനസ്സിലാക്കി. ഇതിനൊരു ശക്തി ഇല്ലെന്ന് മനസ്സിലാക്കി. കാരണം ദൈവഭയമുള്ളവൻ ഇതിനെ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. വേണോ വേണ്ടയോ? ദൈവഭയം ഉള്ളവൻ ഒരു മന്ത്രവാദത്തെയും പേടിക്കില്ല. അതിൽ നിന്ന് എനിക്കൊരു നല്ല വചനം കിട്ടി. നിങ്ങളോട് പറയാൻ പറ്റുമോ ഈ വചനം എന്ന് പറയാൻ എനിക്കറിയത്തില്ല. കാരണം ഇത് പറഞ്ഞാൽ നിങ്ങൾ പറയും തെറിയാന്ന്. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇസ്രായേലിനെതിരെ ഒരു പാട്ടി പോലും കുരയ്ക്കുകയായിരുന്നു. ബൈബിളിലുണ്ടോ? നിങ്ങൾ ആരും ബൈബിളിൽ വായിച്ചിട്ടില്ല? ബൈബിളിലുണ്ട്, ഇസ്രായേലിനെതിരെ ഒരു പട്ടി പോലും കുരയ്ക്കുകയായിരുന്നു. ബൈബിളിലുണ്ടവർക്ക് വായിക്കണേ. പുറപ്പാട് 11-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഈ വചനം ഒരു വചനം അറിയത്തില്ലെങ്കിലും ഈ വചനം പഠിക്കണേ. നല്ലൊരു പ്രത്യേകം പഠിക്കാൻ വളരെ എളുപ്പം. പുറപ്പാട് 11:7. ഒരു പട്ടി പോലും കുരയ്ക്കുകയായിരുന്നു. ഇത് ഉറക്കെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് മൈക്ക്. വേറെ വല്ലവരും കേട്ടാ വിചാരിക്കും ഇവിടെ വേറെന്തോ പറയുകയെന്ന്. പുറപ്പാട് 11:7 ഒന്നുറക്കെ വായിക്കാമോ? എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ, അതെല്ലാരും പതുക്കെ വായിക്കുള്ളൂ, പുറത്ത് നമ്മൾ ഉറക്കെ പറയും, ഒരു പട്ടി പോലും ശബ്ദിക്കില്ല എന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. അന്നേരമാണ് നമ്മൾ അതിന്റെ എന്തെങ്ങനെ കുരയ്ക്കാത്തൊരു കാരണം എഴുതിയിരിക്കുന്നു, ഈജിപ്തുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കൽപ്പിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ. ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം, ഇന്നും ഇസ്രായേലിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇസ്രായേലിനെതിരെ അമേരിക്ക പോലും തൊടിയല്ല. ഇസ്രായേൽ കുഞ്ഞു രാജ്യമാണ്. ഇസ്രായേലിനെതിരെ, ഇസ്രായേൽ ഭയങ്കര ബുദ്ധിയുള്ള ഒരു സ്ഥലമാണ്. ഇസ്രായേലിനെതിരെ ഇന്നും ഒരു പട്ടി പോലും കുരയ്ക്കുകയില്ല. നമ്മളെ കുറിച്ച് ഇസ്രായേലിനെതിരെ ഒരു പട്ടി പോലും കുരയ്ക്കില്ല. ഒരു മന്ത്രവാദ കൂടോത്ര ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആർക്ക്? ദൈവഭയമുള്ളവൻ ഇതിനെ പേടിക്കില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു, ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ
ഇത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത്. ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാൾ പറയാം, നിങ്ങളുടെ വീട്ടിൽ കൂടോത്രത്തിന്റെ ശക്തിയുണ്ട്, ആരോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അതിനെ ഓർത്ത് പേടിക്കരുത്. കാരണം നമ്മൾ മഴക്കാലം വരുമ്പോ കൊടയെടുക്കുന്നത് എന്തിനാ? കൊട മഴയുള്ള സമയത്ത് ഇവിടെ ധ്യാനം നടക്കുന്നത്, നിങ്ങളുടെ കയ്യിലെല്ലാം എന്തുണ്ടായിരിക്കും? ഒരു കൊട എടുത്തോണ്ട് വരും. കൊട ബാഗിനകത്തിട്ട്. എന്തിനാ കൊട എടുക്കുന്നത്? കൊടയെടുക്കുന്നത് മഴയെ നിർത്താനാണോ അതോ ഞാൻ നനയാതിരിക്കാനോ? നമ്മളാരും മഴയെ നിർത്താൻ വേണ്ടിയല്ല കൊടയായിട്ട് നടക്കുന്നത്. നമ്മൾ കൊട കൊണ്ട് എന്ത് അഭ്യാസം കാണിച്ചാലും മഴ നിൽക്കില്ല. പക്ഷെ നമ്മൾ കൊട എടുക്കുന്നത് എന്തിനാ? മഴ പെയ്തോട്ടെ, മന്ത്രവാദം ചെയ്യാൻ അറിയുന്നവൻ അത് ചെയ്യട്ടെ, പക്ഷെ അത് എന്റെ മേത്ത് തൊടാതിരിക്കാൻ എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനമുണ്ട്. എന്തായിരിക്കും അത്? എന്റെ ദൈവത്തിലുള്ള 100% വിശ്വാസവും ദൈവഭക്തിയുള്ള ഒരു കൊട ഞാൻ പിടിച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇതിരിക്കുമ്പം ഇതാ അപ്പുറത്തിരുന്ന് ഒരുത്തൻ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിലും എന്റെ ദേഹത്ത് തൊടിയല്ലത്. മഴ പെയ്യുമ്പോ കൊട ചൂടുന്ന പോലെയാ. മഴയെ നിർത്താൻ ഒക്കില്ല കൊട കൊണ്ട്, പക്ഷെ മഴത്തുള്ളി എന്റെ മേത്ത് എന്റെ തലയിൽ ഒരു തുള്ളി വീഴാതിരിക്കാൻ ഈ കൊട സഹായിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മന്ത്രവാദം ചെയ്യുന്നവന്റെ മന്ത്രവാദത്തെ നിർത്താനും നമുക്കാർക്കും പറ്റത്തില്ല. പക്ഷെ അവൻ എത്ര ചെയ്താലും എന്നെ തൊടാൻ പറ്റാത്ത വിധത്തിൽ പ്രാർത്ഥനയുടെ ഒരു കൊട എന്നും ചൂടിക്കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റും. വിശ്വാസത്തിന്റെ ഒരു ദൈവത്തിലുള്ള ഒരു ദൈവഭക്തിയുടെ ഒരു കൊട ചൂടിക്കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവഭക്തി, ദൈവഭയം വളരെ പ്രധാനപ്പെട്ട 2 വാക്കാണ്. ദൈവഭക്തി ഇന്നില്ല. ഇന്ന് നമ്മൾ ക്രിസ്ത്യാനികൾ ഏറ്റവും പുറകോട്ട് പോയൊരു കാര്യമാണ് ദൈവഭക്തി, ദൈവഭയം. ആർക്കും ദൈവഭയം ഇല്ല. എല്ലാവരും മാന്യന്മാരും എല്ലാവരും ആൾക്കാർ കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സ്വഭാവമുണ്ട്. പക്ഷെ കരണ്ട് പോയാൽ വേറൊരു സ്വഭാവമുണ്ട്. ദൈവഭക്തി, ദൈവഭയം ഇല്ല. ദൈവഭയം, ദൈവഭക്തി ഇല്ല. ഞാൻ അതിനെക്കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവഭക്തി, അതിനെക്കുറിച്ച് പറഞ്ഞു നിർത്തുകയാണ്. ദൈവഭക്തി, ദൈവഭയം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇതും കൂടെ പറയാം. നിങ്ങളുടെ ആരെങ്കിലും കുടുംബത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര തടസ്സം കാണുന്നു, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ചില ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് പറയും, നിങ്ങൾ സാമ്പത്തികമായി ഉയരാത്തതിന്റെ കാരണം ഗുളികൻ പോകുന്നോണ്ടാണല്ലോ ചേട്ടാ. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ആ കൗൺസിലിംഗ് നടത്തി ചേട്ടൻ ചോദിക്കും, ഗുളികനോ? വീണ്ടും നമ്മൾ ചോദിക്കണം, ഗുളികന്റെ ഭാര്യ ഉണ്ടോ കൂടെ എന്ന്. അപ്പോൾ പ്രാർത്ഥനക്കാരൻ കണ്ണടച്ചിട്ട് പറയും, ഗുളികൻ മിസ്റ്റർ ഗുളികത്തിയുണ്ട്. പിള്ളേരോ? പിള്ളേരും ഉണ്ട്. ഗുളികന്റെ ഭാര്യയും ഗുളികന്റെ 2 മക്കളും നിങ്ങളുടെ മുറ്റത്തൂടെയാണ് അപ്പുറത്തെ കുളത്തിൽ കുളിക്കാൻ പോകുന്നെന്ന് പ്രാർത്ഥനക്കാരൻ പറഞ്ഞാലും ആ മുറ്റത്തൂടെ പൊക്കോളും. നിങ്ങൾ അതിന്റെ പേര് വേവലാതിപ്പെടണ്ട. അയ്യോ ഗുളികൻ പോകുന്നു. അനേകം ആളുകൾക്ക് ദൈവത്തെക്കാൾ വലിയ പേടി ആരെയാണ്? മിസ്റ്റർ ഗുളികനെയാണ്. കൗൺസിലിംഗ് ഒക്കെ വിജയിക്കണമെങ്കിലുണ്ടല്ലോ, ഈ മിസ്റ്റർ ഗുളികനൊക്കെ അതിലെ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ കൗൺസിലിംഗ് വരുന്നവർക്ക് ഒരു സന്തോഷമുള്ളൂ. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വന്ന ഒരാളുടെ പറയാം, കുഴപ്പമൊന്നുമില്ല, ദൈവം നന്നായിട്ട് നടത്തുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഗുളികൻ അതിലെ പോകുന്നുണ്ടെന്ന് പറയും. ആണോ? ഗുളികനുണ്ടല്ലേ? എന്തോ ഒരു സന്തോഷം പോലെ. ഗുളികനുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ നമുക്ക് കുറെ പൊട്ടവിശ്വാസങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഭയപ്പെടുന്നവൻ ഒരു ഗുളികനെയും പേടിക്കണ്ട. വേറൊരു ചേട്ടൻ പറയാണ്, അച്ഛാ പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പാമ്പ് വാ വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാ സാമ്പത്തിക മേഖല ഉയർച്ചാത്തത്. പാമ്പ് ഓർക്കം വരുമ്പോൾ നമ്മൾ വായിക്കോട്ടെ വിടും, പാമ്പ് ഒരു വായിക്കോട്ടെ വിട്ടോട്ടെ. അത് നമ്മുടെ പറമ്പിൽ നിന്ന് വിട്ടു എന്ന് വിചാരിച്ച് നമ്മുടെ സാമ്പത്തിക മേഖലയല്ല ഈ പാമ്പിന്റെ വായിലൂടെ അകത്ത് കയറി പോകത്തില്ല. ഇത് നമ്മളെ ആരോ കള്ളത്തരത്തിൽ പഠിപ്പിച്ചതാ. പാമ്പ് വാ വിളിച്ച പ്രശ്നമാണ്, ഗുളികം പോയ പ്രശ്നമാണ്, ദേവത പോയ പ്രശ്നമാണ്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചു, ദൈവഭയം, ദൈവഭക്തി ഉള്ളവൻ ലോകത്തിന്റെ ഒരു കാര്യത്തെയും ഭയപ്പെടണ്ട. പിന്നെ നമ്മൾ കാർ ഓടിച്ചു പോവാ, ഞാൻ കാർ ഓടിച്ചു പോവാ, കാറെല്ലാം ലോക്കാണ്, വണ്ടി ഓടിച്ചു പോവുകയാണ്. പോകുമ്പോ ഒരാൾ കൈ നീട്ടി, ഞാൻ തീരുമാനിക്കും നിർത്തണോ വേണ്ടയോ എന്ന്. ഞാൻ അതിന്റെ ചോട്ടിക്കൊണ്ട് നിർത്തിയിട്ട് ലോക്കും തുറന്ന് ഡോറും തുറന്നിട്ട് കയറിക്കോളാൻ പറഞ്ഞിട്ട് അന്നേരം അതിന്റെ ദോഷമുണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ ഈ തിന്മയുടെ പുറകെ കാര്യസാധ്യത്തിന് പോയി അവിടെ ചെല്ലും, വാതിലും തുറന്നു കൊടുക്കും, കയറിക്കോളാൻ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വാതിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിന്റെ പുറത്തേ നിൽക്കുള്ളൂ. നമ്മൾ ഓടിച്ചു പോകുന്ന കാറ് നമ്മൾ വാതിൽ തുറന്ന് ലോക്ക് തുറന്ന് വാതിൽ തുറന്നാൽ കയറും, ഉറപ്പാണത്. എനിക്ക് ആരോ പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, പോയി പിന്നെ ഓടിപ്പാഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നമ്മൾ വാതിൽ തുറക്കാതെ ഈ വക കാര്യങ്ങളൊന്നും കയറില്ല, നമ്മളെ തടസ്സപ്പെടുത്തില്ല. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി പറയാമോ? ഹല്ലേലൂയ.
ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം 7:10 കഴിഞ്ഞു, 7:15 നമ്മൾ ഇന്നലത്തെ പോലെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിനുശേഷം സെക്കൻഡ് സെഷനായിട്ട് നമ്മൾ തുടരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ സമയത്ത് ഒരു ഗാന ശുശ്രൂഷകളൊക്കെ നടത്തുകയാണ്. ഈ സമയത്ത് നമ്മുടെ ധ്യാനത്തിന്റെ വിജയത്തിനുള്ള സ്തോത്ര കാഴ്ചയും എടുക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഈ ഗാനത്തോട് ചേർന്ന് ഒന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുകയാണ്. 2 ഗാനങ്ങൾ ഒന്ന് പറഞ്ഞ് പാടി പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. പ്രിയപ്പെട്ട, ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് ദൈവഭക്തി, ദൈവഭയം. ദൈവഭക്തിയുള്ളവൻ ലോകത്തെ ഭയപ്പെടില്ല. ദൈവഭക്തിയുള്ളവൻ അവന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും താക്കോലാണ്. ദൈവഭക്തി, ദൈവഭക്തി, ദൈവഭയം അത് നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാമോ? കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും വേണം. നമ്മൾ ആദ്യം കണ്ടു, നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നുമല്ല വിജയിക്കുന്നത്, ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളാണ്. നമുക്കതുകൊണ്ട് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം. വിശ്വാസത്തിന്റെ ഒരു കണ്ണട വെച്ച് പ്രാർത്ഥനയുടെ ഒരു കണ്ണാടിയിലൂടെ നമ്മൾ നോക്കിയാൽ ദൈവത്തിന്റെ കണക്ക് നമ്മൾ സാധാരണ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതം പടിപടിയായി ഉയരും.